30 ആഗസ്റ്റ് 2026 ഞായറാഴ്ച രാവിലെ 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ തൃശ്ശൂർ MG റോഡ് ശ്രീശങ്കര ഹാളിൽ വെച്ച് നടത്തുവാൻ ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നെടുമ്പള്ളി ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഏറ്റവും മൂത്ത ആളാണ് ഓപ്പോള്. ഓപ്പോൾ എന്നൊന്നും വിളിക്കാറില്ല. ഞങ്ങളുടെ ഗ്യാങ്ങിൽ പൊതുവെ പാപ്പി എന്നുള്ള പേരിലാണ് ആൾ അറിയപ്പെടുക. കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു ചാരത്ത്. കണ്ണോരത്ത് കൈദൂരത്ത് നീ സ്വപ്നം പോലെന്നുള്ളിൽ പെയ്യും നേരത്ത്. ഞങ്ങളുടെ ഗ്യാങ്ങിലെ ബാങ്കാണ് ആള്. ഞങ്ങൾ എവിടെ പോയാലും ആളാണ് കൂടുതൽ ചെലവാക്കണ ഇതൊക്കെ. ചേച്ചി മൂത്ത ചേച്ചി അതാണ് കൺസെപ്റ്റ്. ഇനി എല്ലാം വിഷ്ണുവിലാണ്. എല്ലാം സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി മാരീഡ് ലൈഫ്. കൺഗ്രാറ്റ്സ്. ഞാനേകും പൂന്താരങ്ങൾ ആത്മാവിൽ ആരോ പറഞ്ഞിടും പേരുനി ആനന്ദം നീയാകവേ. ഏട്ടനെ പറ്റി പറയാനാണെങ്കിൽ കസിൻ അങ്ങനെ ഒരു ഇതല്ല. എനിക്ക് സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ്. എന്ത് വേണമെങ്കിലും പറയാറുണ്ട്. മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പൊ ചെറുപ്പം തൊട്ടേ ജനിച്ചപ്പോ തൊട്ട് കാണുന്നവരിപ്പോ വേളിയായി എന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏടത്തിയാണെങ്കിലും അതെ, ആ ഒരു നമ്മൾ ആ ഒരു എല്ലാരും കൂടെ ആ ഒരു വൈബിലാണ് നമ്മൾ പോകുന്നത്. അമ്മിണി ഏടത്തിയാണെങ്കിലും എന്താ പറയാ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. വിഷ്ണുവേട്ടന്റെ വേളി അല്ലെങ്കിൽ എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ വേണം, ഇന്ന ഫംഗ്ഷൻ എങ്ങനെ വേണം, മറ്റേ ഫംഗ്ഷൻ എങ്ങനെ വേണം, അതൊക്കെ ഇപ്പോഴേ ഉള്ളൊരു ഡിസ്കഷനിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ. രണ്ടുപേർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് ഞാൻ നേരുന്നു. ചേച്ചിനെ ഞാൻ വിളിക്കാറില്ല, ഞാൻ അമ്മൂനൊക്കെ വിളിക്കാം. അത് പണ്ട് തൊട്ടേ ശീല. അതിന്റെ പേഴ്സണാലിറ്റി ഭയങ്കര കാമും ഹെൽപ്പിങ്ങും. എന്നുവെച്ചാൽ കാശ് എത്ര കാണിച്ചാൽ ചോദിച്ചാലും തരും. അങ്ങനത്തെ ഒരു ഹെൽപ്പിംഗ് നേച്ചർ. അത് അതിന്റെ കാര്യം നന്നായി ചെയ്യും. എന്നെ ഹെൽപ്പും ചെയ്യും എൻ്റെ കാര്യത്തിലെല്ലാം, എസ്പെഷ്യലി സ്കൂൾ വർക്കും അങ്ങനത്തെ സാധനമൊക്കെ. ഞാൻ കളിക്കുന്ന സാധനം എപ്പോഴും അതെടുത്ത് മാറ്റും. അത് കഴിഞ്ഞിട്ട് എല്ലാം മാറ്റും. അതാണ് അതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഭയങ്കര കെയറിങ്ങും ഭയങ്കര ഹെൽപ്പിങ്ങും നേച്ചറാണ് എൻ്റെ ചേച്ചി പാർവതി. അളിയനെ ഞാൻ ആദ്യം ഒരു രണ്ട് കൊല്ലം മുമ്പാണ് അറിയണേ.
മീറ്റ് ചെയ്തത്. ആൾക്ക് ലുക്കുണ്ട്, ആൾക്ക് നല്ല മുടിയുണ്ട്. എന്നുവെച്ചാൽ ഞാൻ വിചാരിച്ച പോലെ ഒരു എന്താ പറയാ, ഒരു ആംബിഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആളെ പോലെ സെറ്റ് ചെയ്യും. ഞാൻ ആദ്യം ഇതറിഞ്ഞപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. Wish you a happy married life, if a happy engaged life. അവന് 2 വയസ്സ് തൊട്ട് ഞാൻ കാണുന്നതാണ്. 2 വയസ്സ് ഞങ്ങൾ തമ്മിലുള്ള 2 വയസ്സ് ഗ്യാപ്പാണ്. അപ്പോൾ അവൻ ഈ ഇത്രയും കുട്ടിയിൽ കണ്ട് ഇപ്പോൾ അവൻ്റെ ഒരു എൻഗേജ്മെൻ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡുമാണ്. അതിലൊരു ഭയങ്കര അവൻ ഇത്രയും ആയല്ലോ എന്നുള്ളൊരു ഇതും, ഒരു അനിയൻ്റെ ഒരു ഇതിനേക്കാളും ഉപരി ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിരുന്നു. എന്ത് കാര്യങ്ങളും അവരോടായിട്ട് ഷെയർ ചെയ്യാൻ എനിക്കൊരു സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ അവൻ കണ്ടുപിടിച്ച കുട്ടി, അവനായിട്ട് സ്വയം കണ്ടുപിടിച്ച കുട്ടിയാണ്. അപ്പോൾ അമ്മണിയായാലും ഭയങ്കര എന്താ പറയുക, ഞങ്ങളുടെ കമ്പനിയൊക്കെ കൂടി ഞങ്ങളോടായിട്ട് ഭയങ്കര ബോണ്ടിങ് ഉള്ളൊരു കുട്ടിയാണ്. I have always had a belief that any guy who takes care of his mother, the way he looks at us or takes care of his family and his mother, the same way he's going to treat his would-be or his partner in life. അപ്പോൾ great to have him as my അളിയൻ. അളിയനായതൊന്നും പറയില്ല, അടിപൊളി ക്യാരക്ടറാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയർ ഓഗസ്റ്റ് 30 അവൻ്റെ വേളി. അപ്പോൾ അമ്മണിക്കും വിഷ്ണുവിനും ബെസ്റ്റ് വിഷസ്. Yeah, best wishes to Vishnu and Parvati.